കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം കരയറ്റുന്നു. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് കൃപ നൽകി. നമ്മെ ഇത്രത്തോളം ക്ഷേമത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നാം എത്രയോ പ്രാവശ്യം വീണു പോകുമായിരുന്നു. വീഴുവാൻ തക്കവണ്ണം നമ്മെ തള്ളുവാൻ ശത്രു വളരെ പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും നാം ദൈവകൃപയിൽ നിൽക്കുന്നതുകൊണ്ട് ശത്രുവിന് അത് സാധിക്കുന്നില്ല. ദൈവം ഓരോ മനുഷ്യരുടെയും വഴികളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ദൈവം ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന്. വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണത്. നാം ഇരിക്കുന്നതും കിടക്കുന്നതും പോകുന്നതും വരുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം നമ്മുടെ ദൈവം അപ്പോൾ തന്നെ അറിയുന്നുണ്ട്. ആ ദൈവത്തെ മറച്ച് നമുക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ നാം ചെയ്യുന്നതെല്ലാം അപ്പോൾ ദൈവം അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നാം ദൈവത്തിന് നിരക്കാത്ത വഴികളിൽ യാത്ര ചെയ്യുകയില്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളൊന്നും ചെയ്യുകയില്ല. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇയ്യോബിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമായ കാര്യമാണ്. മാത്രമല്ല, ഇയ്യോബ് പറയുന്നത്, എന്നെ ദൈവം ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നാണ്. സ്വർണത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യവും മറ്റുള്ള ലോഹത്തിൻ്റെ അംശങ്ങളും ശുദ്ധീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് തനി തങ്കമായി മാറും. നമ്മുടെ ജീവിതത്തിലും ഒരു തരത്തിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത മറ്റുള്ളതൊന്നും തന്നെ പറ്റിപ്പിടിക്കുവാൻ നാം അനുവദിക്കരുത് എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് ദൈവത്താൽ നയിക്കപ്പെടുവാൻ നാം ആഗ്രഹിച്ചാൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ ദൈവം കാത്തു സൂക്ഷിക്കും. മാത്രവുമല്ല, നിശ്ചയമായും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചു നോക്കുന്ന അനേകരുടെ നടുവിൽ നാം വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ നിശ്ചയമായും ഇയ്യോബിൻ്റെ ആദ്യമുണ്ടായിരുന്ന അനുഭവത്തേക്കാൾ ഇരട്ടിയായി പകരം നൽകിയ ദൈവം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരിക്കട്ടെ. ആമേൻ. നമുക്ക് ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ നമ്മെ അറിയുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ. ആമേൻ. ഹൃദയത്തിൻ്റെ ഭാരം വരുന്ന സമയത്ത് ഒരിക്കലും പിറുപിറുക്കുവാനോ ദൈവത്തെ കുറ്റം പറയുവാനോ ഇടയാകാതെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ നമുക്കും ചേർന്ന് നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ ഈ ഷോർട്ട് മെസ്സേജ് ശ്രദ്ധിക്കുവാൻ എല്ലാവർക്കും ഇടയായതിൻ്റെ സന്തോഷമുണ്ട്. അതിനുള്ള പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.